അവസാനം നിങ്ങൾ നെഞ്ചത്തടിച്ച് കഴിയും, അയ്യോ അവർക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, എനിക്ക് മാത്രം എന്താ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയേ, അത് യൂട്യൂബിൻ്റെ AI തെറ്റ് പറ്റുന്നതാണ്, അവർ രക്ഷപ്പെട്ടു പോയതാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ 2025 ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് പോകുന്നവരാണ്. 2026 ആ ചാനലിനെ വളരെ നന്നായി ഗ്രോ ചെയ്ത് അതിൽ സക്സസ് നേടി അതിൽ നിന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതല്ല നിങ്ങൾ 2026 ഇപ്പോഴാണ് നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2025 ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള തെറ്റുകളുണ്ട്. ഈ തെറ്റുകളൊന്നും നിങ്ങൾക്ക് സക്സസ് കിട്ടണമെങ്കിൽ നിങ്ങൾ 2026 ആവർത്തിക്കാൻ പാടില്ല. അതുപോലെ 2025 നിങ്ങളുടെ ഏതൊക്കെ തെറ്റുകൾ കാരണമാണോ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റാതിരുന്നത്, ആ തെറ്റുകളും ഞാനിവിടെ പറയുന്നുണ്ട്. ആ തെറ്റുകളും നിങ്ങൾ 2026 ആവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ 2026 തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വളരെ നന്നായി പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ബ്രാൻഡ് ഡീൽസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2026 ഇനി സ്പോൺസർഷിപ്പ് ചെയ്യണ്ടേ, ബ്രാൻഡ് ഡീൽസ് ചെയ്യണ്ടേ? ചെയ്യണം. പക്ഷേ 2025 ഒരുപാട് യൂട്യൂബേഴ്സിന് ഈ സ്പോൺസർഷിപ്പിൽ പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് യൂട്യൂബേഴ്സിന് 2025 ഈ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ബ്രാൻഡ് ഡീൽസ് സെലക്ട് ചെയ്യുന്നതിൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ തെറ്റുകൾ നമ്മൾ ഈ 2026 ആവർത്തിക്കാൻ പാടില്ല. കാരണം ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ബ്രാൻഡ് ഡീൽസ് നമുക്ക് കിട്ടുന്നത് ഈ ഏർണിംഗ് കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് ഏതെങ്കിലും ഏണിംഗ് ആപ്പിനെ കുറിച്ചുള്ളതായിരിക്കാം, ഏതെങ്കിലും ഏണിംഗ് വെബ്സൈറ്റിനെ കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് വെബ്സൈറ്റിനെ കുറിച്ചുള്ളതായിരിക്കാം, അതുമല്ലെങ്കിൽ പല തരത്തിലുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഇന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ളതായിരിക്കാം. പക്ഷേ ഈ 2025 ഏതൊക്കെ യൂട്യൂബേഴ്സ് ഈ പൈസയുടെ ഗ്രീഡിൽ ചെന്നിട്ട് ഇത്തരത്തിലുള്ള സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അതിൽ പലരുടെയും ചാനൽ ഓൾറെഡി മുകളിൽ എത്തിയിട്ടുണ്ട്. മറ്റു പലരുടെയും ചാനൽസിന് പല തരത്തിലുള്ള സ്ട്രൈക്കുകൾ കിട്ടിയിട്ടുണ്ട്, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെറ്റ് ഇനി നിങ്ങൾ 2026 ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ യൂട്യൂബ് വളരെയധികം സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ ഇനിയും ഇതേപോലെ ഏണിംഗ് കാറ്റഗറിയിലുള്ള സ്പോൺസർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ റിമൂവ് ചെയ്ത് കളയും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഉടൻ തന്നെ സ്ട്രൈക്ക് തരും. നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാറ്റഗറി ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഏണിംഗ് കാറ്റഗറിയിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യാതിരിക്കുക. അല്ലാതെ പൈസയുടെ പുറകെ പോയി ആ ഒരു കാര്യം വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ചാനൽ നഷ്ടപ്പെട്ടു പോകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 2025 ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ളതും അവർക്ക് നല്ല പണി കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നന്നായി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുള്ള ചാനൽ അത് അവർ മറ്റുള്ളവർക്ക് വിൽക്കാറുണ്ട്. അതായത് ഇപ്പോൾ ചാനൽ വിൽക്കുകയും വാങ്ങുകയും എന്നൊക്കെ പറയുന്നതും അതും ഒരു നല്ല ബിസിനസ്സാണ് കേട്ടോ. അതായത് പല ആളുകളും അവർക്ക് 50,000, 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനൽ, പക്ഷേ മറ്റെന്തെങ്കിലും പ്രശ്നം അതിലുണ്ടായിരിക്കും. അത് കാരണം അവർ മറ്റുള്ളവർക്ക് അത് വിൽക്കാറുണ്ട്. അപ്പോൾ ഈ വാങ്ങുന്നവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും മനസ്സിലാവത്തില്ല. അവർ നോക്കുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫ്രീ ആയിട്ട് 1 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയാണ്. അവർ 50,000, 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ കൊടുത്ത് ആ ചാനൽ അവർ മേടിക്കും. ഇവിടെ ഈ ചാനൽ വിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരേ ഒരു ജിമെയിൽ ID, അതിൽ ഒരേ ഒരു യൂട്യൂബ് ചാനലേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിൽക്കാം. പക്ഷേ ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇവിടെയും നിങ്ങൾക്ക് പ്രശ്നം വന്നെന്ന് വരാം. പക്ഷേ ഇനി മുതൽ നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്നേ ഇല്ല, ആ ഒരേ ഒരു യൂട്യൂബ് ചാനൽ വിട്ടുകളയാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരേ ഒരു ജിമെയിൽ IDയിൽ മൾട്ടിപ്പിൾ യൂട്യൂബ് ചാനൽസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ചാനൽ നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായെന്ന് വരാം, 2 ലക്ഷം 3 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായെന്ന് വരാം. പക്ഷേ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കത് വേണ്ട, നിങ്ങളത് വിൽക്കുകയാണ്. ഇവിടെ ഈ ചാനൽ വാങ്ങിക്കുന്ന ആൾ അതിൽ എന്തെങ്കിലും അനാവശ്യ പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ചിലപ്പോൾ ആ ചാനലിനെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. ഇങ്ങനെ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇപ്പോഴുള്ള യൂട്യൂബിൻ്റെ സർക്കംവെൻഷൻ പോളിസി അനുസരിച്ച് ആ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ ചാനലുകളെയും യൂട്യൂബ് ഇവിടെ ടെർമിനേറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് ചാനലുകൾ, അതായത് നിങ്ങൾ നന്നായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചാനലുകളെയും യൂട്യൂബ് ഇവിടെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. അതുകൊണ്ട് 2026 നിങ്ങളുടെ ഒരേ ഒരു ജിമെയിൽ IDയിൽ മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്നും ഒരു ചാനൽ നിങ്ങൾ വിൽക്കരുത്. അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറിയെന്ന് വരാം. അടുത്ത ഒരു മിസ്റ്റേക്ക് ഒരുപാട് ആളുകൾ 2025 ചെയ്തിട്ടുണ്ട്. അത് കാരണം അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പൈസ, അവർക്ക് കിട്ടിയിരിക്കുന്ന റവന്യൂ അത് ഒരുപാട് കുറവ് പൈസയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആഡ്സെൻസിലൂടെ നമ്മുടെ വീഡിയോസിൽ കയറുന്ന അഡ്വർടൈസ്മെൻറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആളുകൾ ഇരിക്കാറുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് ഒരുപാട് കുറവ് പൈസയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ആഡ്സെൻസിലൂടെ കിട്ടുന്ന പൈസ അതിപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 40-45% നമുക്ക് ആഡ്സെൻസിലൂടെയുള്ള പൈസ ഇപ്പോൾ കുറവായിട്ടുണ്ട്. അതുകൊണ്ട് 2026 ഒരിക്കലും നിങ്ങൾ ആഡ്സെൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഇതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ മെമ്പർഷിപ്പ് ഓൺ ചെയ്യുക.
കാരണം എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം, മോണിറ്റൈസ് ആയ ചാനലാണ്, പക്ഷേ മെമ്പർഷിപ്പോ സൂപ്പർ ചാറ്റോ അവർ ഓൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മെമ്പർഷിപ്പ് ഓൺ ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് നന്നായി പൈസ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ മെമ്പേഴ്സിനെ കിട്ടാനായിട്ട് നിങ്ങൾ എത്രമാത്രം എക്സ്ട്രാ പെക്സ് നിങ്ങൾ ഈ ഓഡിയൻസിന് ഓഫർ ചെയ്യുമ്പോൾ അത്രമാത്രം നിങ്ങൾ ഓഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പും കൂട്ടി കിട്ടും, നിങ്ങൾക്ക് അവിടെ കൂടുതൽ പൈസയും ഈ മെമ്പർഷിപ്പിലൂടെ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ലൈവ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈവ് ചെയ്തു തുടങ്ങുക. കാരണം ലൈവിൽ സൂപ്പർ ചാറ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അതായത് ഈ മോണിറ്റൈസേഷൻ്റെ കുറേ ടൂൾസുകളുണ്ട്, പക്ഷെ പല ആളുകളും ഈ എല്ലാ ടൂൾസിനെയും പ്രോപ്പർലി ഉപയോഗിക്കാറേ ഇല്ല. ഈ മോണിറ്റൈസേഷൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെയും പ്രോപ്പർലി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ആഡ്സൻസിലൂടെ മാത്രം കിട്ടുന്ന പൈസയുടെ ഇരട്ടി പൈസ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ സർവീസോ എന്തെങ്കിലും ഓഫർ ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഓഡിയൻസിലൂടെ ഓഫർ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 2025 ഒരുപാട് ആളുകൾ ഷോർട്സിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. കൂടുതലും ഈ ലോങ് വീഡിയോസ് ചെയ്യുന്നവരാണ് ഈ ഷോർട്സിനെ ഇഗ്നോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബിൻ്റെ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം അനുസരിച്ച് നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതും ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അതിനോടൊപ്പം ആ ഷോർട്ട് വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസ് ഈ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് തന്നെ മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് അവിടെ നിന്ന് ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും ശരി, അതിൽ നിന്നുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ കിട്ടുന്ന കമ്മീഷൻ ചെറിയ കമ്മീഷൻ ഒന്നുമല്ല കേട്ടോ, ലക്ഷക്കണക്കിന് രൂപ ഈ ഷോപ്പിംഗ് അഫിലിയേറ്റിലൂടെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുമാത്രമല്ല യൂട്യൂബും ഈ ഷോപ്പിംഗ് അഫിലിയേറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ബോണസ് പ്രോഗ്രാമും കൊണ്ടുവരാറുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, യൂട്യൂബ് ഓൾറെഡി ഒരു ബോണസ് പ്രോഗ്രാം ഈ ഷോപ്പിംഗ് അഫിലിയേറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് 2026 നിങ്ങൾ ഒരിക്കലും ഷോർട്സിനെ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾ പ്രോഡക്റ്റ് ബേസ്ഡ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ആ പ്രോഡക്റ്റിനെ തന്നെ ആ വീഡിയോടൊപ്പം നിങ്ങൾ ടാഗ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഓഡിയൻസ് ആ പ്രോഡക്റ്റ് തന്നെ മേടിക്കണമെന്നുമില്ല, അവർ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും അതിൽ നിന്നുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസ് അത് കുറവാണെങ്കിൽ പോലും ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നന്നായി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി 2026 നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്, അവർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തേക്കാം. പക്ഷേ അവർ ചെയ്തിരിക്കുന്ന ആ വീഡിയോ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്തതായിരിക്കാം, പക്ഷേ അവർക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയെന്ന് വരാം. ഈ ഒരു പരിപാടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അല്ലെങ്കിൽ അവസാനം നിങ്ങളത് ചെയ്യും, നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം, നിങ്ങളുടെ ചാനൽ റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് വരാം, നിങ്ങളുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയെന്ന് വരാം. അവസാനം നിങ്ങൾ നെഞ്ചത്തടിച്ച് കഴിയും, അയ്യോ അവർക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, എനിക്ക് മാത്രം എന്ത് പ്രശ്നം. യൂട്യൂബ് AI-ക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്. ആ തെറ്റുകൾ കാരണം ഒരുപാട് വയലേഷൻസ് ഉള്ള പല ചാനലുകൾക്കും മോണിറ്റൈസേഷൻ കൊടുക്കുന്നുണ്ട്, അവർക്കൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതുപോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും പണി കിട്ടുന്നത്. അവസാനം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും നിങ്ങൾ നോക്കേണ്ടത് യൂട്യൂബ് പോളിസി വയലേറ്റ് ചെയ്യുന്ന വീഡിയോ ആണോ അവർ ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട. അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ചിലപ്പോൾ അവർക്ക് പിന്നീട് പണി കിട്ടുമായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് പണി കിട്ടാതിരിക്കട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ചെയ്തു കഴിഞ്ഞാൽ പണി നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 2026 നമ്മൾ കടക്കുകയാണ്. 2026 നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ 2026 മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് 2026 തന്നെ നിങ്ങൾക്ക് സക്സസ് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.